തോമസിനാണേ. ഇന്നലെ നമ്മൾ നോർമൽ പരമ്പരാഗത രീതിയിലുള്ള പോത്തുവളർത്തലിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹൈടെക് ആധുനിക രീതിയിലുള്ള പോത്തുവളർത്തലുണ്ട്. അത് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പോരാ, ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കൂടുതൽ പണം മുടക്കിയാണ് ഹൈടെക് ആയിട്ടുള്ള പോത്തുവളർത്തൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഴയ രീതിയിൽ പരമ്പരാഗത രീതിയിലാകുമ്പോൾ നമ്മൾ അടുത്ത ചന്തകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പോത്തുകളെ ഒന്നും രണ്ടും പോത്തിനെയൊക്കെ മേടിച്ച് പറമ്പിലെ പുല്ലോ വീട്ടിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ അതിനെ വളർത്തുന്നത്. കൂടെ കുറച്ച് കൈത്തീറ്റയും കാര്യങ്ങളും കൊടുക്കാം, പക്ഷേ അത് വലിയൊരു എക്സ്പെൻസിലേക്ക് പോവില്ല. നമുക്ക് ചെറിയ ഏരിയയും മതി അത് വളർത്താൻ വേണ്ടി. പക്ഷേ അതിന് രീതിയിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന്, ഒരു ലോഡെന്ന് പറയുമ്പോൾ 10, 30, 50 ഒക്കെ പോത്തുകുട്ടികളുണ്ടാവും. ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ ഷെഡ് പോലെ കെട്ടി ഈ നിർത്തി വളർത്തുന്നത് കൊണ്ടെന്ന് പറഞ്ഞാൽ പറമ്പിൽ അഴിച്ചുവിടാതെ വളർത്തുന്നത് കൊണ്ട് പോത്തുകൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും. കാരണം കായിക അധ്വാനം അതൊരു കുറവാണ് ചെയ്യുന്നത്, ഓടുക നടക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഷെഡുകൾ കെട്ടി അതിൽ നിർത്തുക, പുല്ല് നമ്മൾ തീറ്റയും പുല്ലും അതിന് വെട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കരീകരിച്ച അതിന് പോഷക ഗുണങ്ങൾ കണ്ടൻറ്റുള്ള കാലിത്തീറ്റകൾ വാങ്ങി പ്രത്യേക സമയങ്ങളിൽ അതിന് കൊടുക്കുക. അതുപോലെ സ്പ്രിംഗ്ലർ പോലെ ഇതുങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച് നനയാനുള്ള സൗകര്യം, അപ്പോൾ അവർക്ക് കുളത്തിലിറങ്ങി കിടക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കില്ല, അത് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഈ മറ്റേ മീനെണ്ണ പോലെയുള്ള ലിവർ ഓയിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് പരിചരിച്ച് അതിനൊക്കെ എക്സ്പെൻസും കൂടുതലാണ്, പക്ഷേ ലാഭം ഒത്തിരി കൂടുതലായിരിക്കും. അതനുസരിച്ച് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ മറ്റേ പോത്തിൻ്റെ നാടൻ രീതി വളർത്തി 1 വർഷം കൊണ്ട് വിൽക്കുമ്പോൾ ഇത് 6 തൊട്ട് 8 മാസത്തിനുള്ളിൽ അതിനേക്കാളും കൂടുതൽ വെയിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എടുക്കുന്ന കുട്ടികൾ കൂടുതൽ സെലക്റ്റീവ് ആയിരിക്കും. പുറത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയെടുക്കുന്നു, നോക്കാൻ ആളെ നിർത്തുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അത്യാവശ്യം ഒരു വലിയ ഏരിയ ആയിരിക്കും. അവിടെ നമ്മളൊരു 1 ഏക്കർ 1-2 ഏക്കറിലൊക്കെ നിറച്ച് തീറ്റപ്പുല്ലുകൾ CO5 CO3 ഒക്കെ പോലെയുള്ള ഹൈബ്രിഡ് തീറ്റപ്പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് അതൊക്കെ ലോക്കൽ പുല്ലുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിയും അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിനകത്ത് ഒത്തിരി കൂടുതലും. കുറച്ച് മതി. 1 കിലോ പുല്ലെന്ന് പറയുമ്പോൾ കുറച്ച് പുല്ല് വെട്ടിയാൽ തന്നെ 1 കിലോ പുല്ലാകും. 2 ആഴ്ച തൊട്ട് 3 ആഴ്ച തൊട്ടൊക്കെ നമുക്ക് വെട്ടിയതിന് ശേഷം ഈൽഡെടുക്കാൻ ഈ പുല്ലുകൾ പറ്റും. അപ്പോൾ നമ്മളിവരെ നിർത്തി ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാണകം സ്ലറി ആ പരുവത്തിലാക്കി നമുക്ക് ഈ പുല്ലുകൾക്ക് തന്നെ വളമായിട്ടിട്ട് കൊടുക്കാനും പറ്റും. അതിൻ്റെ ഒപ്പം പച്ചക്കറി കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും പോത്തുകുട്ടികളുള്ളപ്പോൾ ഇതുങ്ങളുടെ വേസ്റ്റുകൾ നമുക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചെയ്യുന്ന ഹൈടെക് ബിസിനസ് ആധുനിക രീതിയിലുള്ള പോത്ത് വളർത്തൽ നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് കൂടുതലുണ്ടാവും, പക്ഷേ നഷ്ടത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഭാഗത്തുനിന്ന് തന്നെയാണെങ്കിലും ഇതിനുള്ള ഈ എന്നാ പറയുക കുളമ്പ് രോഗത്തിനുള്ള കുത്തിവയ്പ്പുകൾ, അതുപോലെ വിരമരുന്ന്, ഇതെല്ലാം നമ്മളിത് രജിസ്റ്റർ ചെയ്താൽ മൃഗാശുപത്രികളിലും പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതും കൂടെ ശ്രമിക്കാവുന്നതാണ്. അതനുസരിച്ച് തീറ്റപ്പുല്ലും കാര്യങ്ങളും ആദ്യം വെച്ച് പിടിപ്പിച്ച് അത് വലുതായി വന്നതിന് ശേഷം മാത്രം ഇതുങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏജൻറ്റുമാർ തമ്മിൽ പോകാതെ നേരിട്ട് പോകാനോ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ആളുമായിട്ട് പോയി പോത്തിനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുക പുറത്തുനിന്ന്. കാരണം പോത്തിനെ കാശ് കൊടുത്തിട്ട് കിട്ടിയില്ല, വഴിയിൽ നിന്ന് വേറെ ആൾ കൊണ്ടുപോയി, ഇങ്ങനത്തെ ഒത്തിരി കംപ്ലയിൻറ്റുകളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപൂർവമാണ്. എന്നാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളുടെ ഉപദേശം തേടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും.